നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നാറുള്ള കാര്യമാണ് റിയൽ ലൈഫും കഥാപാത്രവും തമ്മിലുള്ള കണക്ഷൻ. ഇത് അയാളായിട്ട് കണക്റ്റഡ് ആണ്, ഇത് അയാളുടെ കഥയല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ സിനിമ. ഇത്തരത്തിലുള്ള ബയോപിക്കുകൾക്ക് പുറമെ സിനിമയിലെ ചില കഥാപാത്രങ്ങൾ പുരാണങ്ങളിലെ ബൈബിളിലെയോ മെത്തോളജിക്കൽ ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് സാമ്യം തോന്നാറുണ്ട്. ചില സിനിമകൾ അങ്ങനെ എടുക്കാറുണ്ട്. ഡയറക്ട്ലി ഇത്തരം മെത്തോളജിക്കലായി കണക്ഷൻ വരുന്ന കഥാപാത്രങ്ങളെ കുറിച്ചും ഞങ്ങളുടെ ചിന്തയിൽ രൂപപ്പെട്ട അത്തരം ചില കഥാപാത്രങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 1, ഇന്ത്യൻ റുപ്പിയിലെ അച്യുത മേനോൻ. മുങ്ങുന്ന തോണിയിൽ നിന്ന് കിട്ടുന്ന കച്ചിത്തുമ്പെ പിടിച്ച് രക്ഷപ്പെടാൻ നോക്ക്. 2.5 കോടിക്ക് പകരം കിട്ടുന്നത് വെറും 25 ലക്ഷമാണല്ലോ എന്ന നഷ്ടബോധം മാത്രമേ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ. മഹാഭാരത യുദ്ധത്തിൽ അർജുന് സഹായമായി വന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വാക്കുകളാണ്. പല മാർഗങ്ങളും ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തു. ഇന്ത്യൻ റുപ്പി കാണുമ്പോൾ തോന്നിയിട്ടുള്ള കാര്യം, മേനോൻ സാറിന്റെ കഥാപാത്രം ജയപ്രകാശിന്റെ ജീവിതത്തിൽ പല കോംപ്ലിക്കേഷനായ സാഹചര്യത്തിലും മാർഗനിർദ്ദേശിയായിട്ട് മുന്നിൽ നിൽക്കുകയാണ് ചെയ്തത്. അതിന് സ്ഥലം വിറ്റുപോയെന്നവർ പറഞ്ഞാലോ? പറയാൻ പാടില്ലല്ലോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ചെയ്ത വിശ്വാസ വഞ്ചനയാണ്. അതിന് കോമ്പൻസേഷൻ കിട്ടണം, അല്ലെങ്കിൽ കോടതി കയറ്റുമെന്ന് പറയണം. ജയപ്രകാശ് ഇവിടെ അർജുനനാണെങ്കിൽ അയാളുടെ ജീവിതത്തിലെ ശ്രീകൃഷ്ണൻ എഫക്റ്റ് ആണ് അച്യുതമേനോൻ എന്നൊരു വ്യക്തി. കുത്തി ഒഴുകുന്ന ഒരു ഗംഗാ നദിയിലൂടെ ഒരു ചോരക്കുഞ്ഞിനെ അതിന്റെ അമ്മ ഒഴുക്കി വിട്ടു. അവനെ അതിരഥൻ എന്നൊരു തേരാളി എടുത്തു വളർത്തി. വളർന്നു വലുതായി അവൻ കർണൻ എന്ന പേരിൽ അറിയപ്പെട്ടു. കുലത്തിന്റെ പേരിൽ അപമാനിക്കപ്പെട്ട മഹാഭാരതത്തിൽ ഒരു കഥാപാത്രം. ഇതുപോലെ കുത്തി ഒഴുകുന്ന മുള്ളംകൊല്ലിപ്പുഴയിലൂടെ ഒഴുകി വന്ന ഒരു ചോരക്കുഞ്ഞും മലയാള സിനിമയിലുണ്ട്. അവനെ കരക്കടിപ്പിച്ചിട്ട് അവന്റെ അമ്മ എങ്ങോട്ടോ ഒഴുകിപ്പോയി. അവനെ ആ നാട്ടിലൊരു പ്രമാണി എടുത്തു വളർത്തി വേലായുധൻ എന്നൊരു പേരും നൽകി. കർണൻ അപമാനിക്കപ്പെട്ടത് കുലത്തിന്റെ പേരിലാണെങ്കിൽ ഇവിടെ വേലായുധനെ അകറ്റി നിർത്തിയത് അയാളുടെ സ്വഭാവം കൊണ്ടാണ്. ദുര്യോധനൻ കർണൻ അംഗരാജ്യം കൊടുത്ത് രാജാവാക്കി മാറ്റിയെന്ന് മഹാഭാരതത്തിൽ പറയുന്നു. നമ്മുടെ കേളപ്പേട്ടന്റെ മോളിൽ ലീല, അവൾ എന്നെ വിളിക്കുന്നത് മുള്ളംകൊല്ലി മഹാരാജാവെന്ന്. ഞാൻ കേക്ക് വിളിക്കില്ല, എന്നാലും അങ്ങനെ വിളിക്കുന്നത്. ഹിന്ദു മുസ്ലിം വർഗീയതയും ഇന്ത്യ വിഭജനവും ഗാന്ധി വധവും കോർത്തിണക്കിയ കമലഹാസൻ ഷാരൂഖ് ഖാൻ ചിത്രമാണ് ഹേ റാം. രഘുപതി രാഘവ് രാജാ. ഇതിൽ കമലഹാസന്റെ കഥാപാത്രത്തിന്റെ പേരാണ് റാം. അയാൾ ഒരു എക്സ്ട്രീം സ്വഭാവമുള്ള ഹിന്ദുത്വവാദിയാണ്. അംജദ് അലി ഖാൻ എന്നാണ് ഷാരൂഖ് ഖാന്റെ കഥാപാത്രത്തിന്റെ പേര്. കലാപകാരികൾക്കിടയിൽ പെട്ടുപോകുന്ന മുസ്ലിം നാമധാരിയും തന്റെ ഉറ്റ സുഹൃത്തുമായ അംജദ് അലി ഖാനെ രക്ഷപ്പെടുത്തുവാൻ കമലഹാസൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. തമ്പി പേര് ഭരത്. അവൻ പേര് അംജദ്. രാമായണത്തിലേക്ക് നോക്കുമ്പോൾ രാമന്റെ അനുജന്റെ പേരും ഭരതൻ എന്നാണ്. ആ പേരാണ് അംജത്തിനെ രക്ഷപ്പെടുത്താൻ റാമും ഉപയോഗിച്ചതും. വളരെ ദരിദ്രനായ കുചേലൻ തന്റെ സുഹൃത്തായ ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്ന കഥ നമ്മളെല്ലാരും കേട്ട് കാണും. ഈ പ്ലോട്ടിനെ ആസ്പദമാക്കി വന്ന സിനിമയാണ് കഥ പറയുമ്പോൾ. കാതിൽ ചുവന്ന കല്ല് വെച്ച് കടുക്കനിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. തന്റെ ദാരിദ്ര്യം മാറ്റാൻ മനസ്സില്ലാ മനസ്സോടെ ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്ന കുചേലൻ. അയാൾക്ക് ബാലേട്ടനെ ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നേരിട്ടൊന്ന് കണ്ടാലല്ലേ പറ്റൂ. ഓർമ്മയില്ലെങ്കിൽ വിട്ടേക്ക്, നമുക്ക് എന്താ നഷ്ടപ്പെടാൻ? ഓർമ്മയുണ്ടെങ്കിൽ അതെന്തൊരു ഭാഗ്യമായിരിക്കും. തന്റെ സുഹൃത്തിന്റെ ആതിഥ്യ മര്യാദയിൽ കഷ്ടപ്പാടുകളൊന്നും പറയാതെ തിരിച്ചു വരുന്ന കുചേലനെ നമുക്ക് കാണാം. സിനിമയിൽ ലോക പ്രശസ്തിയോളം വളർന്നു നിൽക്കുന്ന തന്റെ കൂട്ടുകാരനുമായി സൗഹൃദം പുതുക്കാൻ മടിച്ചു നിൽക്കുന്ന പ്രാരാബ്ധക്കാരനായ ബാലൻ. ഈ 2 സന്ദർഭങ്ങളിലും തന്റെ സുഹൃത്തിന്റെ ഇല്ലായ്മകൾ അറിഞ്ഞ് അവരെ സഹായിക്കുന്ന ശ്രീകൃഷ്ണനെയും അശോകനെയും നമുക്ക് കാണാം. യേശുക്രിസ്തുവിന്റെ ജീവിതവും അദ്ദേഹം ചെയ്തു പോകുന്ന കാര്യങ്ങളും വളരെ ഡയറക്റ്റ് ആയിട്ട് ചിത്രീകരിച്ച ഒരു സിനിമയാണ് 2015 റിലീസായ ചാർലി എന്ന സിനിമ. ഈ ഒരു സാമ്യതകൾ ഇതിനു മുമ്പും പലരും പറഞ്ഞു പോയ കാര്യങ്ങളാണ്. യേശു കുരിശിലേറ്റപ്പെടുന്നതും മരണപ്പെടുന്നതും അദ്ദേഹത്തിന് 33-ാം വയസ്സിലാണ്. ചാർലി DQന്റെ ക്യാരക്ടർ മരണപ്പെടുന്നതായി കാണിക്കുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന പ്രായവും 33 പിന്നെയുമുണ്ട് സാമ്യതകൾ. യേശു ആശാരിപ്പണി ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. ഈ സീൻ അതിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ മേരി എന്ന കൽപ്പനയുടെ കഥാപാത്രം. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന കഥാപാത്രങ്ങൾ കമന്റ് ചെയ്യൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ സന്ധിക്കും വരേക്കും